പദ്ധതിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഉത്തരം നൽകാൻ കഴിയാതെ നിൽക്കുകയാണ് ധനമന്ത്രി. 2018 ശേഷം ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ലഭിച്ച ജീവനക്കാരുടെ വിവരം നൽകാൻ കഴിയാതെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. 2018 ജീവനക്കാരുടെ ഭവന വായ്പാ പദ്ധതി സർക്കാർ പരിഷ്കരിക്കുന്നത്. 5/7/2018 ഉത്തരവിൽ ജീവനക്കാർ ഇനി ഭവന വായ്പ അപേക്ഷ സമർപ്പിച്ച മുൻഗണനാ അടിസ്ഥാനത്തിൽ കാത്തു നിൽക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്നും നേരിട്ട് ഭവന വായ്പ കൈപ്പറ്റാൻ അനുമതി നൽകിക്കൊണ്ടുള്ളതായിരുന്നു അന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ്. ഭവന വായ്പയിൽ വരുന്ന പലിശയുടെ 3.25% സർക്കാർ അടയ്ക്കുന്ന രീതിയിലാണ് അന്ന് ഉത്തരവ് പുറത്തു വന്നത്. ഈ തുക കണക്കാക്കുന്നതിന് ഒരു സോഫ്റ്റ്വെയർ സർക്കാർ വികസിപ്പിക്കുകയും ചെയ്തു. 2018 ഉത്തരവിൽ ഇത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഉത്തരവ് പുറത്തിറങ്ങിയ 6 വർഷങ്ങൾക്ക് ശേഷവും ആ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ പുറത്തിറക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ പരിഷ്കരിച്ച ഉത്തരവ് പ്രകാരമുള്ള ഭവന നിർമ്മാണ വായ്പ ഒരാൾക്ക് പോലും അനുവദിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 8.75% അതിനു മുകളിലുമാണ് വിവിധ ബാങ്കുകൾ വഴി ഭവന വായ്പയ്ക്ക് പലിശ നിശ്ചയിച്ചിരിക്കുന്നത്. അത്രയും വലിയ പലിശ നൽകിക്കൊണ്ടാണ് ജീവനക്കാർ വീട് എന്ന അടിസ്ഥാന സൗകര്യം നിറവേറ്റുന്നത് എന്നതും പറയേണ്ടിയിരിക്കുന്നു. താഴ്ന്ന ശമ്പളം ലഭിക്കുന്ന ജീവനക്കാരാകട്ടെ ഉയർന്ന പലിശ നിരക്ക് താങ്ങാൻ കഴിയാത്തതിനാൽ വീട് ഒരു സ്വപ്നമായി തന്നെ കൊണ്ടു നടക്കുന്നു എന്നതാണ് ഇവിടെ പറയേണ്ടിയിരിക്കുന്നത്. ഭവന നിർമ്മാണ വായ്പാ പദ്ധതി പരിഷ്കരിക്കുന്നതിന് മുൻപ് 5% പലിശ നിരക്കുണ്ടായിരുന്നത്. 2018 ശേഷം ഭവന നിർമ്മാണ വായ്പ ലഭിച്ച ജീവനക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഒന്നും നൽകാൻ സാധിക്കാതെ വിഷമവൃത്തത്തിൽ ആയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ.